നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ കേരളത്തിലെ ചില മുന്നണികളിലെ ചില സമവാക്യങ്ങളിൽ മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോൾ UDF കച്ചകെട്ടിയിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തൊരു 25,000 അല്ലെ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്ന്. 2021 PV അൻവർ 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇനിയും 2026 തെരഞ്ഞെടുപ്പിൽ കേരളം UDF ഭരിക്കും എന്നും അതായിരിക്കും കാണാൻ പോകുന്നത്. മറിച്ച് ഒരു 5,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളുവെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കായിരിക്കും. LDFും UDFും BJPയും അതിശക്തമായ മത്സരം കാഴ്ചവെക്കും. ഇനിയും സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ CPM അത് കൊട്ടിഘോഷിക്കും. രണ്ട് കാര്യങ്ങളിൽ: ഒന്ന്, PV അൻവറെ ഒരു മൂലക്കിരുത്തിയതിൻ്റെ പേരിൽ; രണ്ട്, കേരളത്തിൽ 3-ാം വട്ടവും തുടർഭരണം വരുന്നു എന്നുള്ളതിൻ്റെ പേരിലും. അത് തുടർഭരണത്തിൻ്റെ ഒരു ചലനമായിട്ട് അവർ കണ്ടതിനെ ആഘോഷിക്കും. അത് താഴെത്തട്ടിലേക്ക് അവരെ എത്തിക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവരങ്ങനെ എത്തിക്കും. ഇത് CPMൻ്റെ ഒരു കഴിവ്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പോലും നമ്മൾക്ക് പറയാൻ കഴിയുന്നത് UDFന് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ് കേരളത്തിൽ ഈ സ്വരാജിനെതിരെ വരുന്നത്. ഒന്ന്, 2016 മുതൽ പിണറായി വിജയന്റെ ഭരണത്തിലൂടെ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരവും; രണ്ട്, ഒരു പിണറായി വിരുദ്ധ തരംഗവും. പിണറായി വിജയന്റെയും കുടുംബത്തിൻ്റെയും ഒരു സ്വത്തായി കേരളത്തെ മാറ്റുന്നു. കേരള രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് CPMൻ്റെ രാഷ്ട്രീയത്തെ തൻ്റെ വരുതിയിൽ കൊണ്ടുപോയി നിർത്തുന്നു. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും അതിൻ്റേതായ ചില ഗുണങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു വികാരം അലയടിക്കുന്നുണ്ട്. അതിവിടെ UDF മുതലാക്കി വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് ഈ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ്സുകാരുടേതാണ്. ചില അവസരങ്ങളിൽ മാത്രം അത് CPMലേക്ക് പോയിട്ടുണ്ട്. 2016 2021 അത് CPM സ്വതന്ത്രനായിരുന്ന PV അൻവറിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് അൻവറിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായി തീർന്നത്. അൻവറും പിണറായി വിജയന്റെ സംഘത്തിലുള്ളവർ, CPM സംഘത്തിലുള്ളവരുമായിട്ടുള്ള ഒരു വലിയ കൂട്ടുകെട്ടിൽ, ആ കള്ളക്കളിയിൽ അൻവറിന് ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ആ ഒരു വലിയ കൊള്ളസംഘത്തിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു, ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം മുമ്പിൽ കാണുന്ന UDF ആ വിജയപ്രഖ്യാപനത്തിന് ശേഷം മറ്റൊരു കാര്യം കൂടി അവർ ആലോചിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതായത് UDFനെ വിപുലീകരിക്കണം. മുന്നണി വിപുലീകരണം അത്യാവശ്യമായിട്ടാണ് കാണുന്നത്. മുന്നണി വിപുലീകരണത്തിലൂടെ കേരളത്തിൽ ഒരു വലിയ ചലനമുണ്ടാക്കുകയും 2026 കേരള ഭരണം പിടിച്ചെടുക്കാമെന്നുമാണ് UDF കരുതുന്നത്. UDFലെ ഇപ്പോഴത്തെ കക്ഷികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്. ജേക്കബ് എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ പട്ടാളമാണ്. ജേക്കബിൻ്റെ മകൻ തന്നെ അനൂപ് ജേക്കബ് പിറവം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന
RSPക്ക് MLA മാരില്ല, MP ആണുള്ളത്. അത് പ്രേമചന്ദ്രന്റെ ഒരു വ്യക്തിപ്രാഭവം കൊണ്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ കീഴടക്കിയിരിക്കുന്നതാണ്. പിന്നെ CMPക്ക് നിലവിൽ MLA മാരില്ല. CMPയുടെ പ്രധാന ആളെന്ന് പറയുന്നത് പിന്നെ CP ജോണാണ്. ഫോർവേഡ് ബ്ലോക്കിന് ഒരിക്കലും MLA-യോ MP-മാരോ ഒന്നും ഉണ്ടായിട്ടില്ല. ദേവരാജന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള, അതായത് മാണി സി കാപ്പൻ പാലയിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ മാണി സി കാപ്പനും ഒക്കെ. അപ്പൊ കേരള കോൺഗ്രസ് ഇങ്ങനെ ധാരാളമുണ്ട് എല്ലാ മുന്നണികളിൽ നോക്കിയാൽ. LDF-ൽ ഇപ്പോൾ നിൽക്കുന്നത് ജോസ് കെ മാണി വിഭാഗമാണ്. അപ്പോൾ മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ LDF-ൽ നിന്ന് ചില ഘടകകക്ഷികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. 2026-ൽ UDF-ന് അനുകൂലമായിട്ട് ഭരണം മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഘടകകക്ഷികളെ ഈർക്കിൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടാൻ സാധ്യതയുണ്ട്. LDF-ലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു മാത്രമേ ഉള്ളൂ. ആന്റണി രാജു 2021-ൽ മന്ത്രിയുമായി 2.5 വർഷം. അത് തന്നെ ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിരുന്നു. അതുപോലെ പിന്നീടുള്ളത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹമൊന്നും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയോ ഒന്നുമായിട്ട് അദ്ദേഹം ലയിക്കാനോ ഒന്നും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനോ വരാൻ പോകുന്നില്ല. പിന്നീട് KB ഗണേഷ് കുമാർ, കേരള കോൺഗ്രസ് B. ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയിലും പോയില്ലെങ്കിൽ പോലും പത്തനാപുരം നിയോജക മണ്ഡലം അദ്ദേഹത്തിൻ്റെതായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് അപ്പൊ ജോസ് കെ മാണി വിഭാഗമാണ് ഇതിനകത്ത് പ്രധാനം. കേരള കോൺഗ്രസ് മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് അതാണ്, ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി ഇപ്പുറത്ത് കൊണ്ടുവരിക UDF-ലേക്ക്. അത് ലീഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ലീഗ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനാണ് അതിൻ്റെ ആവശ്യം. അധികാരമില്ലെന്നുണ്ടെങ്കിൽ ലീഗിന് നിലനിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ലീഗ് അപ്പോൾ LDF-ലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ലീഗിന് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു വന്നാൽ ലീഗിനെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ലീഗിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. 2026-ൽ ഭരണം ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളത് ലീഗ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീർച്ചപ്പെടുത്തത്തുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും 2026-ൽ അധികാരത്തിൽ വരണം എന്നുള്ളതേ ഉള്ളൂ ലീഗിന്. പിന്നെ UDF-നോടൊപ്പം നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ ബാർഗെയിനിങ് പവർ ഉള്ളത്. അതുകൊണ്ട് UDF ഈ മുന്നണി വിപുലീകരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. ഇതിന് നിലമ്പൂരിൽ വിജയമുണ്ടാകണം. നിലമ്പൂരിൽ വിജയമുണ്ടായി കഴിഞ്ഞാൽ മുന്നണി വിപുലീകരിക്കും. അങ്ങനെ അപ്പുറത്തെ ഭാഗത്ത്, അതായത് LDF-ൽ അധികാരം കിട്ടണം എന്ന് എപ്പോഴായാലും അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതാണ്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നണി വിപുലീകരണം നിലമ്പൂരിന് ശേഷം നടക്കും. ജോസ് കെ മാണി, അതായത് ജോസ് കെ മാണി വിഭാഗം ചിലപ്പോൾ പിളരാൻ തന്നെ സാധ്യതയുമുണ്ട്. റോഷി അഗസ്റ്റിൻ്റെ ഒരു വിഭാഗം അവിടെ തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് താൻ. പിന്നെ കേരള കോൺഗ്രസ് അല്ലേ, പിളരണമല്ലോ. പിളർന്നില്ല പിന്നെ എന്ത് കേരള കോൺഗ്രസ്? അപ്പോൾ അതവിടെ അവശേഷിക്കുകയും ചെയ്യും ഒരു വിഭാഗം. ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് പോരുകയും ചെയ്യും.